empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശില പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു തുടങ്ങിയത് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വിധവയെ കുറിച്ചായിരുന്നു. അവളുടെ ഭർത്താവ് എലീശ പ്രവാചകന്റെ പ്രവാചക ഗണത്തിൽ ഒരുവനായിരുന്നു. വളരെ വിശ്വസ്തയോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തി. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ആ കുടുംബം വളരെ ദയനീയമായ രീതിയിൽ കഷ്ടപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സാമ്പത്തികമായി വളരെയേറെ ഞെരുക്കത്തിൽ അവർ ആവുകയാണ്. അവളുടെ 2 മക്കൾ, 2 ആൺകുഞ്ഞുങ്ങളെ അടിമ വേലയ്ക്ക് വിൽക്കത്തക്ക രീതിയിൽ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് അവർ നീങ്ങുകയാണ്. ഈ വലിയ കഷ്ടപ്പാടിന് മുൻപിൽ അവൾ എടുത്ത ആ വലിയൊരു നിലപാട്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അവൾ സഹായത്തിനായി ചെന്നത് എലീശ പ്രവാചകന്റെ അടുക്കലായിരുന്നു. കർത്താവിനോട് അവൾ എന്ത് ചെയ്യണമെന്ന് അഭിപ്രായം ചോദിക്കാനാണ്, ഉപദേശം സ്വീകരിക്കാനാണ് അവൾ ചെന്നത്. സങ്കീർത്തകനായ ദാവീദ് 3-ാം അധ്യായം 3-ാം തിരുവാക്യത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാ കവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ദാവീദ് രാജാവാണിത് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ രക്ഷാ കവചം, എൻ്റെ മഹത്വം കർത്താവേ അങ്ങാണ്. എൻ്റെ ശിരസ് ഉയർത്തി നിർത്തിയിരിക്കുന്നത് അങ്ങാണ്. ഇവിടെ ഈ വിധവയും കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ആ കഷ്ടതയുടെ നാളുകളിൽ. എന്നാൽ കർത്താവ് അവളുടെ ശിരസ് ഉയർത്തി നിർത്തുകയാണ്. അവൾക്ക് രക്ഷാ കവചമായി നിൽക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് വിളിച്ചപേക്ഷിക്കാനായിട്ട് ഒരുങ്ങാം. നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, കർത്താവ് നമ്മുടെ വിളി കേൾക്കുന്നവനാണ്. വിളിച്ചാൽ ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ യോഗ്യതയായിട്ടാണോ? നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാത്തപ്പോഴും കർത്താവ് നമ്മുടെ മേൽ ദയ കാണിക്കുകയാണ്, കരുണ കാണിക്കുകയാണ്. ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത്, നമ്മെ കർത്താവ് മാനിക്കുന്ന വിധങ്ങളെ ഓർത്ത് നമുക്കൊന്നു ചേർന്ന് ഏക മനസ്സോടെ നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഇത്രമാത്രം എന്നെ സ്നേഹിപ്പാൻ, ഇത്രത്തോളം എന്നെ മാനിപ്പാൻ, ഇത്രമാത്രം എന്നെ സ്നേഹിപ്പാൻ യോഗ്യത ഒന്നുമില്ലെങ്കിൽ, പുണ്യപ്രവർത്തിയും ഒട്ടുമില്ലേ. യോഗ്യത പ്രവർത്തിയും ഒട്ടുമില്ലേ. നിൻ കൃപ മാത്രമേ, കരുണ മാത്രമേ, ദയയൊന്നു മാത്രമേ ഞാൻ നിന്നെ സ്തുതിക്കും, ദയയൊന്നു മാത്രമേ ഞാൻ നിന്നെ സ്തുതിക്കും. കർത്താവേ, ഞങ്ങൾ ഏറ്റു പറയുകയാണ്, അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ കരുണയാണ്, അങ്ങയുടെ ദയയാണ് ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളിൽ യാതൊരു യോഗ്യതയും ഇല്ല കർത്താവേ. ഞങ്ങൾ പലപ്പോഴും വീണു പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്നത് അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ ദയയാണ്. യേശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പാപത്തിൻ കുഴിയിൽ കിടന്ന എന്നെ കരം തന്നു രക്ഷിച്ച ജീവനാഥ. യോഗ്യനല്ലേ ഞാൻ, എല്ലാം കൃപ മാത്രമേ പറയുന്നു കർത്താവേ. കൃപ മാത്രമേ, കരുണ മാത്രമേ, ഹല്ലേലൂയ. ദയയൊന്നു മാത്രമേ ഞാൻ നിന്നെ സ്തുതിക്കും, ദയയൊന്നു മാത്രമേ ഞാൻ നിന്നെ സ്തുതിക്കും, ദയയൊന്നു മാത്രമേ ഞാൻ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവേ, അങ്ങയുടെ കൃപ ഒന്നു മാത്രമാണ് ഞങ്ങളെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ശിരസ് ഉയർത്തി നിർത്തിയിരിക്കുന്നത് അങ്ങയുടെ കരുണയാണ്. ഞങ്ങൾ ഏറ്റു പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ഈശോയെ. അമ്മേ മാതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ആ കൃപയ്ക്ക് മുൻപിൽ എപ്പോഴും തന്നെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ കൃപയിൽ മുന്നോട്ട് പോയി ഞങ്ങളെ ജീവിച്ച് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ, ആ ഒരു അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിൻ്റെ പാലക, കർത്താവിന് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബമായി എൻ്റെ കുടുംബം മാറുവാൻ, ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ മാറുവാൻ യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ ആ വിധവയെക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. നമ്മൾ കണ്ടു, കഷ്ടത, ഞെരുക്കം അവളുടെ ചുറ്റും നിന്ന് ഇങ്ങനെ കൂടി നിന്ന് അവളെ ഞെരുക്കിയപ്പോഴും അവൾ തളർന്നു പോയില്ല, അവൾ മനസ്സ് മടുത്തില്ല. അവൾ എന്താ ചെയ്തേ? അവൾ കർത്താവിൻ്റെ ആലോചന അറിയുവാനായി എലീശ പ്രവാചകന്റെ അടുക്കലേക്ക് ചെല്ലുന്നതായി നമ്മൾ കണ്ടു. നമുക്ക് തിരുവചന ഭാഗത്തിലേക്ക് വരാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം, അവിടെ 2-ാം തിരുവാക്യത്തിൽ അവൾ എലീശ പ്രവാചകന്റെ അടുക്കൽ ചെന്നപ്പോൾ എലീശ പ്രവാചകൻ അവളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ തിരുവചനം പറയുന്നത്? എലീശ അവളോട് പറഞ്ഞു, എലീശ അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറയുക. 2 കാര്യങ്ങളാണ് എലീശ പ്രവാചകൻ അവളോട് ചോദിക്കുന്നത്. ഒന്നാമത് എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം, അത് നീ പറയുക. പിന്നീട് 2-ാമത് എന്താ പറഞ്ഞത്? നിന്റെ വീട്ടിൽ എന്തുണ്ട്? നിന്റെ വീട്ടിൽ എന്തുണ്ട്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വാക്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായി പോകുന്നത്. എലീശ പ്രവാചകൻ 2 ചോദ്യമാണ് അവളോട് ചോദിച്ചത്. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? 2-ാമത് എന്താ ചോദിച്ചേ? നിന്റെ വീട്ടിൽ എന്തുണ്ട്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ അവളുടെ വീട്ടിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു, എന്നാൽ അവൾ അതിന് വലിയ വിലയൊന്നും കൊടുത്തിരുന്നില്ല. തിരുവചനം എന്താ പറയുന്നത്? തൊട്ടടുത്ത വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ പറഞ്ഞു, ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. ഇവിടെ അവൾ തന്റെ വീട്ടിൽ വിലമതിക്കത്തക്ക രീതിയിലുള്ള ഒരേ ഒരു കാര്യം, ആ ഒരു ഭരണി എണ്ണയാണെന്ന് അവൾ എലീശ പ്രവാചകനോട് പറയുകയാണ്. മറ്റൊന്നും അവളുടെ വീട്ടിലില്ല, ആകെയുള്ളത് ഈ ഒരു ഭരണി എണ്ണയാണ്. ഇതേ ചോദ്യം തന്നെ പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ തിരുവചന ഭാഗത്തേക്ക് ഒന്ന് കടന്നു വരാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം, അവിടെ 6-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ കർത്താവ് ശിഷ്യന്മാരോട് ഇതുപോലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 38-ാം തിരുവാക്യം എന്താ പറയുന്നത്? അവൻ ചോദിച്ചു, ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്നു നോക്കുവിൻ. ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. 5 അപ്പവും 2 മീനും. ആ ഉള്ളത്, അവരുടെ കൈവശമുള്ളത് തന്റെ അടുക്കലേക്ക് കൊണ്ടുവരാനാ കർത്താവ് അവരോട് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ ഈ വിധവയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു ഭരണി എണ്ണയാണ്. അതേപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗത്ത് ഈ വിധവയുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? അത് കൊണ്ടുവരുവാൻ എലീശ പ്രവാചകൻ പറയുന്നത്. നിന്റെ കയ്യിലുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരാനാ കർത്താവ് നാം ഓരോരുത്തരോടും പറയുന്നേ. ഇത് തന്നെയാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ സറേഫാത്തിലെ വിധവയുടെ അടുക്കലേക്ക് എലിയ പ്രവാചകൻ കടന്നു ചെല്ലുന്നുണ്ട്. നമ്മൾ ആ ഭാഗം പഠിച്ചതാണ്. നമുക്ക് 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ 12-ാം തിരുവാക്യം. അവിടെ ആ വിധവ, അവിടെ അവൾ എന്താ പറയുന്നത്? അവൾ പറഞ്ഞു,
ആ വിധവ, സറേഫാത്തിലെ വിധവ എലീയ പ്രവാചകനോട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവാണേ, എന്റെ കയ്യിൽ അപ്പമില്ല. ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആകെ അവളുടെ കയ്യിലുള്ളത് കലത്തിൽ ഒരു പിടി മാവും അതിനു വേണ്ടുന്നതായ ഒരു സ്വല്പം എണ്ണയുമാണ്. എന്നാൽ ആ ഒരു തീർത്തും ഇല്ലായ്മയെ അവൾ കർത്താവിന് സമർപ്പിച്ചപ്പോൾ പിന്നെ എന്താ ഉണ്ടായത്? നമുക്ക് 17-ാം അധ്യായത്തിൽ 16-ാം തിരുവാക്യം എന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കാം. ഏലിയാ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ, ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. ഭരണിയിലെ എണ്ണ വറ്റിയതുമില്ല. ഇതേ അത്ഭുതം തന്നെയാണ് എലീശ പ്രവാചകനിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിധവയുടെ ജീവിതത്തിലും കർത്താവ് പ്രവർത്തിക്കുന്നത്. അവൾ തനിക്കുണ്ടായിരുന്ന ആ ഒരു ഭരണി എണ്ണ അത് സമർപ്പിച്ചപ്പോൾ, അത് ഉപയോഗിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം തീർക്കാൻ അത് പര്യാപ്തമാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് എലീശ പ്രവാചകൻ അവളോട് പറയുകയാണ്, അവൾക്ക് കളക്ട് ചെയ്യാവുന്ന അത്ര പാത്രങ്ങൾ കളക്ട് ചെയ്യുവാനായിട്ട്. എന്തിനാണെന്നറിയോ? ആ ഒരു ഭരണിയിലെ എണ്ണ ആ പാത്രങ്ങളിലേക്കൊക്കെ പകരാനായിട്ട്. അതിനനുസരിച്ച് ആ പാത്രങ്ങളൊക്കെ എണ്ണ കൊണ്ട് നിറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളെല്ലാം മാറ്റാൻ അതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് എണ്ണ ലഭിക്കുകയാ. അത് വിറ്റുകൊണ്ട് അവർ കടം വീട്ടുകയും തുടർന്നുള്ള അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ സമ്പത്ത് ശേഖരിക്കുകയോ ചെയ്യുന്നത്. ഇവിടെ ഇതിന്റെയൊക്കെ ആരംഭം എവിടെയായിരുന്നു? അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ഭരണി എണ്ണ. അതിലൂടെയാണ് കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചത്. 5 അപ്പവും 2 മീനും, അതാണ് 5000-ഓളം വരുന്ന പുരുഷന്മാര് തന്നെ 5000-ഓളമുള്ള ആ ഒരു വലിയ ജനക്കൂട്ടത്തിനെ ഭക്ഷിച്ച് തൃപ്തരാക്കി ബാക്കി കുട്ടകളിൽ ശേഖരിക്കാൻ തക്ക വിധം കർത്താവ് വർദ്ധിപ്പിച്ചത്. സറേഫാത്തിലെ വിധവയുടെ ആ പാത്രത്തിൽ, കലത്തിൽ ഉണ്ടായിരുന്ന ഒരു പിടി മാവാണ് ആ ക്ഷാമകാലത്ത് മുഴുവൻ അവരുടെ കുടുംബത്തെ തീറ്റിപ്പോറ്റിയത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ നമ്മുടെ കയ്യിലും കർത്താവ് ചിലത് തന്നിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് കഴിവുകളാകാം, നമ്മുടെ സാധ്യതകളാകാം. ആ ഒരു റിസോഴ്സിനെ, ആ ഒരു അസറ്റിനെ നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു വിധവ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഭരണി എണ്ണയിലൂടെയാണ് തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. അതുപോലെ സറേഫാത്തിലെ വിധവയ്ക്ക് ഒന്നും അറിയുമായിരുന്നില്ല. ആ ഒരു പിടി മാവാണ് ക്ഷാമകാലത്ത് തങ്ങളുടെ വിശപ്പ് അകറ്റുകയെന്ന് അവൾക്ക് അറിയാമായിരുന്നില്ല. ആ ഒരു ബാലൻ, അവന്റെ കയ്യിലുള്ള ആ 5 അപ്പം അത് ഇത്രത്തോളം ആൾക്കാരുടെ വിശപ്പിന് ഒരു അറുതി വരുത്തുമെന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ കർത്താവ് ചിലതൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് അസറ്റായിട്ട്, കഴിവുകളായിരിക്കാം, നമ്മുടെ സമ്പത്തായിരിക്കാം, നമ്മുടെ സാധ്യതകളായിരിക്കാം. അതിനെ വിലയില്ലാത്തതായി നമ്മൾ കണക്ക് കൂട്ടരുത്. അത് ഉപയോഗിച്ചിട്ടാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ എടുത്തുപയോഗിക്കുന്നുണ്ടോ എന്നാണ് കർത്താവ് നോക്കുന്നത്. ഈ ഒരു വിധവയുടെ ഈ ഒരു പ്രവൃത്തി, ആ ഭരണിയിലെ എണ്ണ അവൾ ഉപയോഗിച്ചുകൊണ്ട്, കർത്താവ് അതിനെ അനുഗ്രഹിച്ചുകൊണ്ട് അവളുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്ന ഈ ഒരു പ്രവൃത്തി, അതിലൂടെ കർത്താവ് 2 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നെന്താണ്? നമുക്കുമുണ്ട് ചില അസറ്റുകൾ, നമുക്കുമുണ്ട് ചില റിസോഴ്സുകൾ. പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായി സാധിക്കും, വിലയില്ലെന്ന് കൽപ്പിച്ച് തള്ളിക്കളഞ്ഞ വസ്തുക്കളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട്. നമുക്കറിയാം സാംസൺ 1000 ഫിലിസ്ത്യരെ കൊല്ലാനായിട്ട് ഉപയോഗിച്ചത് എന്താ? അവിടെ ചത്തു കിടന്നിരുന്ന ഒരു കഴുതയുടെ താടിയല്ലാണ്. ആ താടിയല്ലിലൂടെയാണ് 1000 ഫിലിസ്ത്യരെ സാംസൺ കൊന്നൊടുക്കിയത്. അതെപ്പോഴാണ് അത് സാധിച്ചത്? കർത്താവിന്റെ കൃപയിൽ നിറഞ്ഞ അവന് ലഭിച്ചതിനെ അവൻ ആയുധമാക്കുകയായിരുന്നു. ആ കഴുതയുടെ താടിയല് കണ്ടപ്പോൾ ഇതിന് പ്രയോജനമില്ലെന്ന് വിചാരിച്ച് അത് അവിടെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ആ ഒരു മിഷൻ പൂർത്തീകരിക്കാൻ സാംസന് സാധിക്കുമായിരുന്നോ? ഇതൊന്നും പോരാ, വലിയ വാള് തന്നെ എനിക്ക് വേണമെന്ന് അവൻ വാശി പിടിച്ചിരുന്നെങ്കിൽ അതവിടെ നടക്കുമായിരുന്നോ? എന്നാൽ സാംസൺ ആ തനിക്ക് കിട്ടിയ ആയുധത്തെ ഉപയോഗിക്കുകയാണ്, തന്റെ കയ്യിൽ ഉണ്ടായിരുന്നതിനെ ഉപയോഗിക്കുകയാ. ഇത് തന്നെയാണ് നമ്മൾ പഠിച്ച ജായേലും നമുക്ക് കാണിച്ചു തരുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 4ഉം 5ഉം അധ്യായത്തിൽ നമ്മൾ ജായേലിനെ കാണുന്നുണ്ട്. ദബോറയോടും ബാറക്കിന്റെ ഒക്കെ ഒപ്പം കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തവളാണ് അവൾ.
അവൾ ആയുധമായി ഉപയോഗിച്ചത് എന്തായിരുന്നു? സൈന്യാധിപനായിരുന്ന, ശത്രുക്കളുടെ സൈന്യാധിപനായിരുന്ന സിസേറയെ വധിക്കാനായിട്ട് കൂടാരവാസിയായിരുന്ന ഒരു പാവപ്പെട്ട പെണ്ണായിരുന്ന ജായേൽ എന്താ ഉപയോഗിച്ചത്? അവൾ കൂടാരം അടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മരയാണി. ആ മരയാണി അടിച്ചു കയറ്റാനായിട്ട് അവൾ ഉപയോഗിച്ചിരുന്ന ചുറ്റിക. ഇതായിരുന്നു അവളുടെ ആയുധം. അന്നത്തെ ലോകം ഭയന്നു വിറച്ചിരുന്ന സിസേറയെ വധിക്കാൻ അവൾ ഉപയോഗിച്ചത് ഈ മരയാണിയും ചുറ്റികയുമായിരുന്നു. അതായിരുന്നു കർത്താവ് അവളുടെ ജീവിതത്തിൽ അഭിഷേകമായി മാറ്റിയത്. ഇതുപോലെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ദാവീദ് ബാലനായിരുന്ന സമയത്ത് ഗോലിയാത്തിനെ എതിർക്കുന്ന ഒരു സംഭവം ബൈബിളിൽ വിവരിക്കുന്നുണ്ട്. നമുക്ക് ആ തിരുവചന ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വരാം. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിലാണ് നമ്മൾ ഇത് കാണുക. ഇത്ര വലിയ മല്ലനായ അന്നത്തെ ഇസ്രായേൽ സൈന്യം മുഴുവൻ ഭയന്നു വിറച്ച് ഗോലിയാത്തിനെതിരെ നിൽക്കുമ്പോൾ ദാവീദിന്റെ ആ ഒരു ആയുധം അതെന്തായിരുന്നു? നമുക്ക് 50-ാം തിരുവാക്യം എന്താ പറയുന്നതെന്നൊന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ ദാവീദ് കല്ലും കവിണയുമായി ഗോലിയാത്തിനെ നേരിട്ട് അവനെ എറിഞ്ഞു വീഴ്ത്തി. ഒരു കവിണയില് ഒരു മിനുസമുള്ള കല്ലെന്നാ തിരുവചനം പറയുന്നേ. അതായിരുന്നു ദാവീദിന്റെ ആയുധം. നിസ്സാരമാണെന്ന് നമുക്ക് തോന്നിയ ആ സംഭവമാണ് ഗോലിയാത്ത് എന്ന മല്ലനെ വീഴ്ത്തുവാനായിട്ട് ദാവീദ് ഉപയോഗിച്ചത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പഠിച്ച തബീത്ത, അവൾ വലിയ ശുശ്രൂഷകയായിരുന്നു. അവൾ ദാനധർമ്മത്തിലെല്ലാം വലിയ സമ്പന്നയായിരുന്നു എന്നാ തിരുവചനം പറയുന്നേ. എന്നാൽ ഇത്രമാത്രം ദാനധർമ്മം ചെയ്യാൻ അവൾക്ക് സാധിച്ചത് എന്തിലൂടെയാ? അവളുടെ കൈത്തുന്നലിലൂടെയായിരുന്നു. അവൾ നെയ്തുണ്ടാക്കിയ തുണികളിലൂടെയായിരുന്നു ഇത്രയേറെ ശുശ്രൂഷകൾ ചെയ്യാൻ, അനേകരെ സഹായിക്കാൻ അവൾക്ക് സാധിച്ചത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കുള്ള നമ്മുടെ അസറ്റുകള്, നമ്മുടെ റിസോഴ്സുകള് അത് തിരിച്ചറിയുവാനായിട്ട്, നമ്മുടെ ബലം അതെന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അതിന്റെ ഉപയോഗത്തെ തിരിച്ചറിയുവാനായിട്ട് ഈ വിധവ നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ്. അവളുടെ വീട്ടിൽ ആകെ ആ ഒരു ഭരണിയിൽ ഉണ്ടായിരുന്ന ആ ഒരു എണ്ണ, അതാണ് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. നമ്മൾ കേട്ട ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മോട് എന്താ പറയുന്നേ? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് ഉപയോഗിക്കാനാ കർത്താവ് നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. അതിലൂടെയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നത്. അതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ വിധവയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കയ്യിലുള്ള ആകെയുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഭരണി എണ്ണ. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്ക് എന്തുണ്ട്? അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു വിധവയെ അല്ല നമ്മൾ കാണുന്നത്. എലീശ പ്രവാചകൻ അവളോട് പറഞ്ഞപ്പോൾ അവിടെ കളക്ട് ചെയ്യാവുന്നത്ര പാത്രങ്ങൾ അവൾ ശേഖരിക്കുകയാണ്. അവളും മക്കളും അടുത്തുള്ള വീടുകളിൽ കൂടെ ഒക്കെ പോയി പാത്രങ്ങൾ ചോദിക്കുകയാണ്. എന്നിട്ട് ആ എണ്ണ അവർ ഉപയോഗിക്കുകയാ. അത് അതിലൂടെ എല്ലാം ഒഴിക്കുകയാ. ഇത് വേസ്റ്റായി പോയാൽ എന്താകും എന്നവൾ ചിന്തിക്കുന്നില്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ അവൾ മടിക്കുന്നില്ല. ആ പാത്രങ്ങളിലൂടെ എല്ലാം സ്വല്പമായി എണ്ണ ഒഴിച്ച് തുടർന്ന് അതെല്ലാം നിറഞ്ഞു കവിയുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് ഇതിലൂടെ എല്ലാം തൻ്റെ കയ്യിൽ ആകെയുള്ള ആ ഒരു സമ്പത്തിനെ ഒഴിച്ചു കളയാൻ അവൾ കാണിച്ചൊരു മനസ്സുണ്ട്. അതിനെ വിട്ട് കളയാൻ അവൾ കാണിച്ചൊരു മനസ്സുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇങ്ങനെ അള്ളിപ്പിടിച്ച് എന്തു വന്നാലും ഞാൻ ഇതിനെ വിട്ട് കളയില്ല എന്ന് പറയുന്ന നമ്മുടെ ആ സ്വഭാവത്തോട് ഈ വിധവ എന്താ പറയുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ആ ബാലൻ 5 അപ്പവും 2 മീനുമായിട്ട് വന്ന ആ ബാലനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അവന്റെ അമ്മ വീട്ടിൽ നിന്ന് അവന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുത്തു വിട്ട ഭക്ഷണമാണ്. അവൻ അത് എന്തുകൊണ്ടാ കർത്താവിന്റെ ശിഷ്യന്മാർ വന്ന് ചോദിച്ചപ്പോൾ അത് അവർക്ക് കൊടുത്തത്? ആ കൊടുക്കാനുള്ള അവന്റെ ഒരു മനസ്സ്, അത് കൊടുത്താൽ പിന്നെ എനിക്കെന്ത് എന്നവൻ ചിന്തിച്ചുകൊണ്ട് അതും പൊത്തിപ്പിടിച്ചിരുന്നായിരുന്നെങ്കിൽ ആ വലിയ അത്ഭുതം അവിടെ സംഭവിക്കുമായിരുന്നോ? കർത്താവിന്റെ വലിയ മഹത്വം അവിടെ പ്രകടമാകുമായിരുന്നോ? അവൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ 5 അപ്പം അവൻ കൊടുത്തപ്പോഴാണ്, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതെ അതിനെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ അവൻ നിൽക്കുകയല്ല. അവൻ അത് കൊടുത്തപ്പോഴാണ് കർത്താവിന് അതിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കർത്താവ് ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, താലന്തുകളുടെ ഉപമ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിലാണ് നമ്മൾ അത് കാണുന്നത്. അവിടെ കാര്യസ്ഥൻ ഭൃത്യന്മാരെ വിളിച്ച് 10 താലന്തുകൾ, 5 താലന്തുകൾ, 1 താലന്തൊക്കെ കൊടുത്ത് ഏൽപ്പിച്ച് പോകുന്നുണ്ട്.
നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം. എന്നാൽ അവസാനം ആ ഒരു താലന്ത് കിട്ടിയ ഭൃത്യൻ അവൻ എന്താ ചെയ്തതെന്ന് തിരുവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. 25-ാം അധ്യായം 25-ാം തിരുവാക്യം. അതിനാൽ ഞാൻ ഭയപ്പെട്ട് ആ ഭൃത്യൻ അവസാന യജമാനനോട് എക്സ്ക്യൂസ് പറയുന്ന ഭാഗമാണ്. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചുവെച്ചു. നിന്റെ താലന്ത് മണ്ണിൽ മറച്ചുവെച്ചു. ഇതാ നിന്റേത് എടുത്തുകൊള്ളുക. നിന്റേത് എടുത്തുകൊള്ളുക. അവന് ആ താലന്ത് ഉപയോഗിച്ചാൽ പിന്നെ എന്താകും എന്നുള്ള ഭയമായിരുന്നു. എന്നാൽ അവന് കിട്ടിയ പ്രതിഫലം എന്താ? നമുക്കറിയാം പ്രിയമുള്ളവരെ, അവൻ പുറന്തള്ളപ്പെടുകയാണ്. അവൻ ഉള്ളതുപോലും നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാ? തനിക്ക് ഉണ്ടായിരുന്ന ആ താലന്തിനെ എടുത്തുപയോഗിക്കാൻ അവൻ വിമുഖത കാണിക്കുകയാണ്. പിന്നെ എന്താകും? ഇത് വിജയിക്കുമോ? ഇത് ചെലവാക്കിയാൽ പിന്നെ എനിക്ക് എന്തുണ്ട്? ഇങ്ങനത്തെ ചിന്തകൾ ഒരിക്കലും നമ്മെ നന്മയിലേക്ക് കൊണ്ടുപോകില്ലെന്ന തിരുവചനം പറഞ്ഞു തരുന്നത്. അവൻ ആ താലന്ത് എടുത്ത് ഒളിച്ച് കുഴിച്ചു വെച്ചപ്പോൾ അവൻ പുറന്തള്ളപ്പെടുകയാണ്. അവനെ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് കാര്യസ്ഥൻ അടുപ്പിക്കുന്നില്ല. കാരണം അവന്റെ താലന്ത് അവൻ ഒളിച്ചു വെച്ചവനായിരുന്നു. നമ്മൾ ഈ ഗണത്തിൽ പെടുന്നുണ്ടോ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം. കർത്താവ് നമുക്ക് നൽകിയ താലന്തുകൾ അതെടുത്തുപയോഗിക്കാൻ നമ്മൾ സന്നദ്ധത കാണിക്കുന്നുണ്ടോ? അതെയോ മറ്റെന്തൊക്കെയോ പേടിച്ച് എന്താകുമെന്നുള്ള ഭയത്തിൽ ആ ഒരു ആകാംക്ഷയിൽ നമ്മൾ നമ്മുടെ താലന്തുകളെ കുഴിച്ചു വെച്ചവരാണോ? ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിധവ അവൾക്കുണ്ടായിരുന്നത് എടുത്തുപയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ 4-ാം അധ്യായം 2-ാം തിരുവാക്യത്തിലാണ് എലീശ പ്രവാചകൻ അവളോട് ഈ ആഹ്വാനം നൽകുന്നത്. ആ എണ്ണ എടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന്. ആ ഒരു ഭാഗത്തിന്റെ അവസാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 7-ാം തിരുവാക്യം നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? അവൾ ദൈവപുരുഷന്റെ അടുത്തു ചെന്ന് വിവരം അറിയിച്ചപ്പോൾ, വിവരം അറിയിക്കുക എന്ന് പറയുമ്പോൾ അവൾ ആ എണ്ണ മുഴുവൻ വിറ്റ് അവൾക്ക് ലഭിച്ച ഒരു വലിയ സക്സസ്, അവൾക്ക് ലഭിച്ച ഒരു വലിയ വിജയത്തെ കുറിച്ചാണ് എലീശ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പറയുന്നത്. അത് പറയുകയാണ് എലീശ പ്രവാചകനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എലീശ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വീട്ടുക. പോയി ആ ലഭിച്ച ഭരണിയിൽ നിന്ന് പാത്രങ്ങൾ നിറയെ എണ്ണ ലഭിച്ചു. ആ എണ്ണ വിറ്റ് കടം വീട്ടുക. ശേഷിക്കുന്നത് കൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കഴിക്കുക. തന്റെ ജീവിതം വഴിമുട്ടി നിന്ന ഒരു വിധവയെ നമ്മൾ ആദ്യം കണ്ടത്. എലീശ പറഞ്ഞതുപോലെ അവൾ പ്രവർത്തിച്ചപ്പോൾ ഒരു വലിയ സക്സസ്ഫുൾ ബിസിനസ് വുമൺ ആയിട്ട് അവൾ മാറുകയാണ്. വലിയ ബിസിനസ്സുകാരിയായിട്ട് അവൾ രൂപാന്തരപ്പെടുകയാണ്. തന്റെ കടം വീട്ടുക മാത്രമല്ല അവൾ ചെയ്യുന്നത്, തന്റെ ജീവിതകാലത്തേക്ക് വേണ്ടുന്നതായ വലിയൊരു സ്വത്ത് അവൾക്ക് അതിൽ നിന്ന് ലഭിക്കുകയാ. എന്തുകൊണ്ടാ? എലീശ പ്രവാചകനിലൂടെ കർത്താവ് നൽകിയ ആഹ്വാനത്തെ അവൾ സ്വന്തമാക്കുകയായിരുന്നു. അതനുസരിച്ച് അവൾ പ്രവർത്തിക്കുകയായിരുന്നു. ആ നിസ്സാരതയിൽ നിന്ന് അവൾ വലിയ വിജയങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം അവിടെ 12-ാം അധ്യായം 10-ാം തിരുവാക്യത്തിൽ പൗലോസ്ലീഹ എന്ത് ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്? അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിധവ അവൾ വളരെ ബലഹീനയായിരുന്നു. എന്നാൽ അവൾ എത്രമാത്രം ശക്തിയുള്ളവളായി മാറിയെന്ന് നമ്മൾ കണ്ടു. അവിടെ കർത്താവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുത്തപ്പോൾ ബലഹീനത ശക്തിയായി മാറുകയാ. ഇത് തന്നെയാ പൗലോസ്ലീഹായും പറയുന്നത്. ബലഹീനതയിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ ശക്തി ഇരിക്കുന്നത്. അവിടെ പലതും കർത്താവിന് നമ്മൾ സമർപ്പിക്കുമ്പോൾ ശക്തിയുള്ളവരായി നമ്മൾ തീരുകയാണ്. ഈ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിധവയിലൂടെ കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് നൽകിയിരിക്കുന്ന ചില താലന്തുകൾ, നമുക്ക് നൽകിയിരിക്കുന്ന ചില സാധ്യതകൾ അത് എടുത്തുപയോഗിക്കുവാനായിട്ട്, അതിൽ കൂടുതൽ ഫലം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിധവയിലൂടെ കർത്താവ് നൽകിയ ആഹ്വാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കായിരിക്കാം പ്രിയമുള്ളവരെ. ആഹ്വാനങ്ങൾ നൽകി നമ്മെ വഴി നടത്തുന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് കർത്താവിനെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം.
കർത്താവ് നൽകിയ കഴിവുകളെ കർത്താവിനായി ഉപയോഗിക്കുമെന്നുള്ള ഉറപ്പോടെ, കർത്താവ് നൽകിയ താലന്തുകളെ എടുത്തുപയോഗിക്കുമെന്നുള്ള ഉറപ്പോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഹല്ലേലൂയ. സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സമർപ്പിക്കുന്നു ഈശോയേ. എന്റെ ദേഹവും എന്റെ ദേഹിയും നീ എനിക്കു തന്നതൊക്കെയും. ഹല്ലേലൂയ. സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സമർപ്പിക്കുന്നു കർത്താവേ, ഞങ്ങൾ പരിപൂർണമായും സമർപ്പിക്കുന്നു ഈശോയേ. എന്റെ ചിന്തയും എന്റെ ബുദ്ധിയും നീ എനിക്കു തന്നതൊക്കെയും. ഹല്ലേലൂയ. സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. കർത്താവേ, അങ്ങ് നൽകിയ താലന്തുകളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയതെല്ലാം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ശക്തിയും എന്റെ സിദ്ധിയും നീ എനിക്ക് തന്നതൊക്കെയും. ഹല്ലേലൂയ. സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. കർത്താവേ, ഞങ്ങളെ തന്നെ പരിപൂർണമായും സമർപ്പിക്കുന്നു. യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഹല്ലേലൂയ, ഞാൻ. ഹല്ലേലൂയ. ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സമർപ്പിക്കുന്നു കർത്താവേ, പരിപൂർണമായിട്ടും സമർപ്പിക്കുന്നു. സർവ്വതും കർത്താവെ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്ന എല്ലാ കഴിവുകളെയും താലന്തുകളെയും ഞങ്ങളുടേതായതെല്ലാം കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ഈശോയെ. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വിധവയുടെ ജീവിതത്തിലൂടെ ഇന്ന് കർത്താവ് നൽകിയ ആഹ്വാനത്തെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുക്കാം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി വിശ്വാസ ജീവിതത്തിൽ സധൈര്യം നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.